ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. പൊതുവെ ഈ ഞായറാഴ്ച ദിവസങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തീരുന്നത് പോലെ നമുക്ക് തോന്നും. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഉച്ചയാവും. പിന്നെയുള്ള കുറച്ച് ജോലികളെല്ലാം ചെയ്ത് തീരുമ്പോഴേക്കും രാത്രിയാവും. എങ്ങനെ നോക്കിയാലും ഒരാഴ്ചയിൽ ഈ ഒരു ദിവസം പോകുന്നത് പോലെ വേറെ ഒരു ദിവസം പോലും പോകത്തില്ല അല്ലേ? ഇന്ന് ഞാനും ഡിങ്ങു വെയിറ്റ് ചെയ്തിരിക്കുന്നത് മുത്തിനെയാണേ. മുത്ത് ചിക്കൻ വാങ്ങാൻ പോയേക്കുവാണ്. വണ്ടിയുടെ ശബ്ദം അങ്ങ് ഇടവഴിന്ന് കേൾക്കുമ്പോഴേ ഡിങ്കു അലേർട്ട് ആവും. പിന്നെ കാണിക്കുന്ന വെപ്രാളങ്ങളുണ്ടല്ലോ, ചാടി കൈവരി കയറുക, ഷീറ്റിലെടുത്ത് ചാടുക, പിന്നെ നമ്മൾ അവിടെ നിന്ന് അവനെ പൊക്കിയെടുക്കുക, അങ്ങനെ കുറെ കലാപരിപാടികളുണ്ട്. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ അവനെ തുറന്നു വിടാൻ തന്നെ നമുക്ക് പേടിയാ. ഇവിടെ CCTV വെക്കാനുള്ള മെയിൻ റീസണും അവനാ. അപ്പൊ പറഞ്ഞു വന്നത്, സാധാരണ ഞങ്ങള് ചിക്കൻ വാങ്ങുമ്പോൾ 2 മീഡിയം സൈസ് കോഴിയാണ് വാങ്ങാറ്. നമ്മൾ ഇവിടെ സാധാരണ കടയിൽ നിന്നും വാങ്ങുമ്പോൾ ചിക്കൻ അവരങ്ങനെ ക്ലീൻ ചെയ്തല്ല തരാറ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ നല്ല രീതിയിൽ ചിക്കൻ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും. ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറ്. അതും നമ്മൾ സിപ്പ് ബാഗിലാക്കിയാട്ടോ വെക്കാറ്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെക്കാതെ അങ്ങനെ നമ്മൾ കറക്കി എടുത്താലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് തോന്നും. അതേസമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ് എങ്കിൽ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവാറുണ്ട്. പിന്നെ ഒരു കാര്യം, പല അമ്മമാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, എപ്പോഴൊക്കെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നോ അപ്പോഴൊക്കെ ചിക്കൻ കഴുകാറുണ്ട്. പക്ഷേ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ റീസൺ, പിന്നെയും നമ്മൾ കഴുകുമ്പോൾ അതിന്റെ ബാക്ടീരിയ കൂടുകയാണ് ചെയ്യാറ്. നമ്മുടെ വീട്ടുകാരെ വിചാരം എന്താ, പിന്നെയും കഴുകുമ്പോൾ അതിനകത്തുള്ള അണുക്കളൊക്കെ പോവുമല്ലോ എന്നാണ്. പക്ഷെ ശരിക്കും അത് ഭയങ്കര പൊട്ടത്തരമാണ്. ചിക്കനിലുള്ള അണുക്കൾ ചാവുന്നത് ശരിക്കും കുക്കിങ്ങിലൂടെയാണ്, അല്ലാതെ വാഷിങ്ങിലൂടെ അല്ല. അതാണ് സത്യം പറഞ്ഞ പല അമ്മമാർക്കും അറിയാത്തത്. ഇവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞാൻ തന്നെ റീസെന്റ് ആയിട്ടാണ് അതിനെപ്പറ്റി അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ. ഇതിനേക്കാളെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ ചിക്കൻ വാഷ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റുമല്ലോ, അതിനുശേഷം നമ്മൾ ആ ഒരു ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതായത് ഈ ഒരു റോ ചിക്കനിൽ ഒരുപാട് ഹാർംഫുൾ ബാക്ടീരിയാസ് ഉണ്ടാവും. ഇത് നമ്മുടെ സിങ്കിലോട്ട് തെറിക്കും, അതുപോലെ നമ്മുടെ കയ്യിലുണ്ടാവും, അതുപോലെ നമ്മുടെ ഡ്രസ്സിൽ തന്നെ ചിലപ്പോൾ പറ്റിയിരിക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കത്രിക, നൈഫ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്തിരിക്കണം. ഇതിനെ ക്രോസ് കണ്ടാമിനേഷൻ എന്നാട്ടോ പറയാറ്. പിന്നൊരു കാര്യം, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാട്ടോ. എന്തുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരുന്നത്. ഇതിൽ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് തന്നെ ക്ലിയർ ചെയ്ത് തരാട്ടോ. ഈ ഒരു കട്ടിങ്ങും ക്ലീനിങ്ങും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ ഉടനെ ഞാൻ അവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ പോയി ആ തുണിയൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് പെറൊക്കെ കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം നല്ലൊരു ടൈം എടുക്കും. പിന്നെ നമ്മൾ നൈറ്റിലത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളുമായി അങ്ങനെ അങ്ങ് പോകും. അതെന്തായാലും വേറൊരു വീഡിയോയിൽ ഇടാം. കാര്യം ഇപ്പൊ തന്നെ സമയം ഏകദേശം കഴിഞ്ഞു.